ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ പവിത്രം സീസൺ 2 ഇന്നത്തെ 5 എപ്പിസോഡുകളുടെ ഒരു പ്രൊമോയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടിപൊളി ട്വിസ്റ്റ് സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വേദയുടെയും വിക്രമിന്റെയും ജീവിതത്തിൽ വരാനായിട്ട് പോകുന്ന ഈ എപ്പിസോഡുകളിൽ. അപ്പോൾ നമ്മുടെ വേദ പുതിയൊരു കാൽവയ്പിലോട്ട് പോവാണ്. അതായത് നമ്മുടെ തരുണിന്റെ അമ്മ നമ്മുടെ വേദയുടെ കുഞ്ഞിന്റെയും ആ ഒരു ഭാവി കണക്കിലെടുത്ത് നമ്മുടെ സീതാമ്മ നമ്മുടെ വേദയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു ജീവിതത്തിന്റെ ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ തരുൺ IPS എടുത്ത അവരുടെ ഒരു റൂമും കാര്യങ്ങളും പുസ്തകങ്ങളും അതെല്ലാം നമ്മുടെ വേദയെ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പം വേദയ്ക്ക് ഫസ്റ്റ് മനസ്സിലാവണില്ല, എന്തിനാമ ഇവിടെ ഞാൻ ഇങ്ങനെ എന്തിനായിരുന്നു എന്നൊക്കെ ഉള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, മോള് LLB കഴിഞ്ഞൊരു കുട്ടിയാണ്, പ്രാക്ടീസും തുടങ്ങിയിട്ടുണ്ട്, മോൾക്ക് എന്തായാലും ഒരു IAS എടുക്കാൻ മോൾക്ക് എന്തായാലും പറ്റും. മോൾ അതിനു വേണ്ടി എത്ര എഫേർട്ട് എടുത്താണെങ്കിലും മോൾ അത് സഹായിച്ചെടുക്കണം. കാരണം മോളുടെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകുന്നതിനും മോളുടെ കയ്യിൽ ഒരു പദവി വേണം എന്നുള്ള ആ ഒരു നല്ലൊരു മോട്ടിവേഷൻ നമ്മുടെ വേദയ്ക്ക് കൊടുക്കുകയാണ്. ആദ്യം വേദയ്ക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും വേദ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ നമ്മുടെ വേദ കൂടുതൽ സമയം കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കാനും എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും നോക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ തരുൺ അറിയുന്നുണ്ട്. അപ്പൊ തരുണും വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ കുഞ്ഞ് അങ്ങനെ വളർന്ന് ഒരു ഇച്ചിരി പക്വതയൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതേ സമയം തന്നെ നമ്മുടെ വിക്രം ഒരു ചിന്ത ജയിലിൽ കിടക്കുമ്പോൾ പറയണം. അതായത് വിക്രം ഡിഗ്രി കഴിഞ്ഞ് പഠിത്തം എക്സാം കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും വിക്രമിനും പറ്റിയില്ലല്ലോ. അങ്ങനെ വിക്രമിന്റെ ജയിൽ സൂപ്രണ്ടായ ആൻഡ്രൂ സാറിന്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ എനിക്ക് പഠിക്കണം, അപ്പോ പഠിച്ച് എനിക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ജോലിയെങ്കിലും എനിക്ക് എടുക്കണം. അപ്പം ജോലി വേണം, അതിന് വിദ്യാഭ്യാസം കുറച്ചും കൂടെ വേണം എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും സാർ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാർ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിക്രം ആൻഡ്രൂ സാറിന്റെ അടുത്ത് പറയാൻ കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് നോക്കണം. ഒപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആൻഡ്രൂസിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. വേറൊന്നുമല്ല, കാരണം ഈ ജയിലിൽ പല കുറ്റവാളികളും തെറ്റ് ചെയ്യാണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. മനസ്സിന് മാറ്റം വന്ന് തെറ്റ് ചെയ്തവരാണെങ്കിലും പിന്നീട് അവരുടെ ജീവിതം ലൈഫ് നല്ല രീതിയിൽ പോകാനായിട്ട് പഠനവും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് കുറ്റവാളികളുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ജയിലിൽ തന്നെ ഒരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആൻഡ്രൂസ് പറയുന്നുണ്ട്, തനിക്ക് പഠിക്കാൻ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരും, അതിനുവേണ്ടി ഞാൻ ഇവിടുത്തെ ലൈബ്രറി ചാർജ് തന്നെ ഏൽപ്പിക്കാണ് വിക്രം എന്ന് നമ്മുടെ ആൻഡ്രൂസ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ആൻഡ്രൂസ് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിക്രം പഠിച്ച് എക്സാമിന് വേണ്ടുന്ന യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദയും വിക്രമും ഒരു പുതിയൊരു ഭാവി അവർ രണ്ടുപേരും ഈ ഒരു കാലയളവ് കൊണ്ട് 3-4-5 വർഷം കൊണ്ട് അവര് നേടിയെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് സോങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മുടെ മോള് വളർന്ന് വലുതായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വേദ പഠിച്ച് വേദയുടെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ തരുൺ വന്നിട്ട് വീട്ടിലെല്ലാരടുത്തും പറയണം, വേദയ്ക്ക് എക്സാം എഴുതി അത് കിട്ടുകയും ചെയ്തു. അപ്പൊ വേദയ്ക്ക് ഇനി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷമാണ് വേണം, സീതാമ്മക്കും തരുണിനും. അപ്പൊ തരുണൊക്കെ വേദയ്ക്ക് കൺഗ്രാറ്റുലേഷൻ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ മസൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സിവിൽ സർവീസിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ കുഞ്ഞിനെ വിട്ടു നിൽക്കുന്നതിന്റെ കുറച്ചൊരു സങ്കടവും വിഷമവും ഒക്കെ നമ്മുടെ വേദയ്ക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലും തന്റെ ജീവിത ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ ഭാവി, തന്റെ വിക്രമിന്റെ ഭാവി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേദ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ട്രെയിനിങ് പീരീഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേദ ഇത്രയും നാളിന് ശേഷം തന്റെ അച്ഛനായ ശങ്കരനാരായണനെ വേദ വിളിക്കുകയാണ്. അപ്പം കോൾ എടുക്കുകയാണ്. അപ്പോ ഹലോ നമ്മുടെ ശങ്കരനാരായണ 1-2 പ്രാവശ്യം ഹലോ പറഞ്ഞതിന് ശേഷമാണ് വേദ അച്ഛ ഞാനാണ് എന്ന് പറയുന്നത്. അതായത് വേറൊന്നുമല്ല, അച്ഛൻ പെട്ടെന്ന് ശങ്കരനാരായണ ഭയങ്കരമായിട്ട് ഇതായി പോവാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്റെ മകള് ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം
പറയണം. അപ്പോൾ നമ്മുടെ ശങ്കരനാരായണന്റെ അടുത്ത് വേദ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് മോളിപ്പോ എവിടെയാണ്, ഞാനിപ്പോ തന്നെ അവിടെ വരാം, എന്നിട്ട് നീ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി നിനക്ക് ധൈര്യമായിട്ട് നിനക്ക് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാം എന്ന് പറയുന്നുണ്ട്. അച്ഛൻ എൻ്റെ അടുത്ത് വരണം, ഞാനിപ്പോ മസൂറിലാണെന്ന് പറയും. മസൂറിലോ? അതെന്താ മോളെ അവിടെ? ഞാനിപ്പോ ട്രെയിനിങ് പീരീഡിലാണ് സിവിൽ സർവീസിന്റെ. ഇത് കേൾക്കുമ്പോൾ ശങ്കരനാരായണന് ഭയങ്കര സന്തോഷമാണ്. കാരണം തൻ്റെ മോള് നല്ലൊരു സപ്പോർട്ടോടു കൂടി തന്നെ മോള് അവളുടെ ഭാവി വീണ്ടും നല്ലൊരു രീതിയിലോട്ട് പടുത്തുയർത്തി എന്നുള്ളൊരു ഇത് കേൾക്കുമ്പോൾ ശങ്കരന് ഭയങ്കര സന്തോഷമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ശങ്കരനാരായണൻ വേദയെ കാണാനായിട്ട് മസൂറിൽ വരെയാണ്. അങ്ങനെ പുള്ളിയുടെ ആ പിടിപാടൊക്കെ വെച്ച് അതിന്റെ ആ ട്രെയിനിങ് ക്യാമ്പിനകത്ത് കയറുന്നുണ്ട്. അങ്ങനെ വേദയെ മീറ്റ് ചെയ്യണ്. ശങ്കരനാരായണന് മനസ്സിന് ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. കാരണം തൻ്റെ മോള് ഒറ്റയ്ക്കായിട്ടും അവൾ ഈ ഒരു പൊസിഷനിൽ എത്താൻ അവൾക്ക് പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ, അച്ഛനും മകളും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, മോളെ, ഞാൻ ശ്രീകാന്തിന്റെ അടുത്ത് നിന്നാണ് അറിഞ്ഞത് നീ പ്രഗ്നന്റ് ആണെന്നും. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ്. അപ്പോൾ വേദ പറഞ്ഞു, അച്ഛ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം, പക്ഷെ എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ 100 ചോദ്യങ്ങൾ അച്ഛന് എന്നോട് ചോദിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ അതിനൊന്നും പറ്റിയ സമയമല്ല. കാരണം എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ ഈ നമ്മുടെ നാട്ടിൽ ഞാൻ വരും. ആ സമയത്ത് എല്ലാ സത്യങ്ങളും എല്ലാവരുടെ പറയും. ഇപ്പോൾ അച്ഛൻ ആരോടും, അമ്മയോട് പോലും എന്നെ കണ്ട കാര്യങ്ങളോ അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട എന്നുള്ളത് ഇങ്ങനെ പറയണം. എന്തായാലും ശങ്കരനാരായണന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, അച്ഛൻ വിക്രമിനെ പോയി കാണണം. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ വിക്രമിന് വേണ്ടിയിട്ട് വീണ്ടും മോളെ ഒരു അപ്പീലും കൂടെ ഹൈക്കോടതിയിൽ കൊടുക്കുകയാണ്. കാരണം ശക്തമായ ഒരു തെളിവ് നമുക്കുണ്ടായിരുന്നു എങ്കിൽ നമുക്കത് വലിയ കുഴപ്പമില്ലാണ്ട് പോകാമായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ശങ്കരനാരായണൻ വേദയോട് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേദ നേരെ അച്ഛനെയും കൂട്ടി ഒരു കോഫി ഷോപ്പിലോട്ട് പോയിട്ട് കോഫി കുടിക്കുന്നുണ്ട്. ആ സമയത്ത് ചില കാര്യങ്ങൾ വേദ അച്ഛനോട് പറയുന്നുണ്ട്. അതായത് വേദയ്ക്ക് ഇനി ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു പോസ്റ്റിംഗ് കിട്ടും. അപ്പൊ അത് സംബന്ധിച്ചൊക്കെ വേദയ്ക്ക് അതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ ഒന്ന് പത്തി താഴ്പ്പിക്കണം. അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ വേദ ശങ്കരനാരായണന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ അത് പക്ഷെ എന്താണെന്ന് അന്നേരം പറയുന്നില്ല കേട്ടോ. ആ സമയത്ത് വേദ പറഞ്ഞു, അച്ഛൻ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വേദ, അച്ഛൻ ഞാൻ പോവാണ്, എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോഴും വീണ്ടും ശങ്കരനാരായണൻ ചോദിക്കണ, ഞാൻ ഇത്രയും ദൂരം വന്നിട്ടും മോള് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, മോളുടെ കുഞ്ഞ്. അപ്പോൾ വേദ ഒന്നും പറഞ്ഞില്ല. കാര്യം വേറൊന്നുമല്ല, അച്ഛ അതിൻ്റെ സമയം ആയിട്ടില്ല, അച്ഛൻ എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ട് അച്ഛന് അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വേദ പോവാൻ കേട്ടോ. അപ്പം ശങ്കരനാരായണൻ അറിയാം വേദ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അവളൊരു ഡിസിഷൻ എടുക്കുമ്പോഴും അത് 100 പ്രാവശ്യം ചിന്തിച്ചിട്ടായിരിക്കും, അതിൽ അത്രത്തോളം ശരിയുണ്ടാകും. അതുകൊണ്ട് തന്നെ പിന്നെ ശങ്കരനാരായണൻ നിർബന്ധിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അങ്ങനെ മകളെ കണ്ട് തിരിച്ച് ശങ്കരനാരായണൻ തിരിച്ച് നാട്ടിലോട്ട് എത്തുകയാണ്. അപ്പം നമ്മുടെ ശ്രീകാന്ത് അറിഞ്ഞു ശങ്കരനാരായണൻ അങ്ങ് വടക്കോട്ട് എവിടെയോ പോയിട്ടുണ്ട്, എന്തായാലും വേദയെ കാണാനായിട്ടായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ശ്രീകാന്തിന് വരെയാണ്. അങ്ങനെ ശ്രീകാന്ത് ശങ്കരനാരായണനെ വിളിച്ചിട്ട് വെളിയിൽ വെച്ചൊന്ന് മീറ്റ് ചെയ്യണം. കാരണം മകന് വീട്ടിനകത്ത് കയറാനുള്ള പെർമിഷൻ ശങ്കരനാരായണൻ മൊത്തത്തിൽ അങ്ങ് വിലക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അച്ഛനോട് ചോദിക്കും, അല്ല താങ്കൾ ഒരു വടക്കോട്ടൊരു യാത്ര പോയി എന്നറിഞ്ഞു, എന്തായാലും മകളെ തേടിയുള്ള യാത്രയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അപ്പം അതായത് ശങ്കരൻ പറഞ്ഞു, എടാ നിന്റെ സ്വന്തം ചോരയാണ് അവള്, നീ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് കണ്ടെത്താനായില്ലെന്ന് ചോദിച്ചു. എനിക്ക് കണ്ടെത്താനായില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്നിട്ട് ശ്രീകാന്ത് പറയണം, അതായത് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയായിരുന്നു, പക്ഷെ ആ കുഞ്ഞ് ജീവനോടെ ഇല്ല എന്നുള്ളത് ശങ്കരനാരായണനോട് പറയണം. കാരണം അത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനോ ശങ്കരനാരായണന് കഴിഞ്ഞില്ല. കാരണം വേദയും കുഞ്ഞിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ശ്രീകാന്ത് പറയുന്നത് ശരിയാണോ, അതല്ലെങ്കിൽ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ അങ്ങനെ കുട്ടി മരിച്ചു എന്നുള്ളത് ആക്കിയിരിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ശ്രീകാന്ത് വേദയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എവിടം വരെ തേടി കണ്ടെത്താൻ നോക്കിയിരുന്നാലും ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും. കണ്ടെത്തി ഇത്രയും നാള് എൻ്റെ കഷ്ടപ്പാട് അങ്ങനെ എവിടെയോ ഒരുത്തനുണ്ടായ കുഞ്ഞിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയണം. എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞത് മുതൽ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ളത്
അറിയാലോ, നിങ്ങൾ കോടതിയും കാര്യങ്ങളായിട്ട് നടന്നതുകൊണ്ട് അതിലൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് അങ്കിളായിരുന്നു എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത്. എന്നിട്ട് അവസാനം എല്ലാം നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ നിയമം, അന്നത്തെ ആ മുത്തശ്ശന്റെ നിയമവും കൊണ്ടുവന്നു. അതായത് ഇതെല്ലാം വേദയ്ക്കാണെന്നും വേദയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഭർത്താവിനുമാണ് ഈ കമ്പനിയുടെ ബാക്കി ഷെയറുകൾ എന്നൊക്കെ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പുറകെ നടക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അവളെ കണ്ടുപിടിച്ച് ഇതിനു മുന്നേ അവളെ കൊല്ലാമായിരുന്നു. ഒരു ചോരയുടെ ഒരു കണക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രം ഇന്നും അവള് ജീവനോടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കുക ശ്രീകാന്തെ, വേദ ഇത്രയും നാളായിട്ടും എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ വേദയോ കണ്ടിട്ടോ ഇല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവള് എന്നാണെങ്കിലും പുറത്തു വരും, വന്നിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയണേ. അപ്പൊ ശ്രീകാന്ത് കുറെ അട്ടഹാസ ചിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് വേദ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ ശ്രീകാന്തിനോട് പറയണം. അതായത് ഇപ്പോ വേദ എവിടെയാണെന്ന് അറിയില്ല, വേദയ്ക്കൊരു കുഞ്ഞ് ജനിച്ചോ അല്ലെങ്കിൽ ജനിച്ചിട്ടില്ലയോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ കമ്പനി ഇങ്ങനെ പോവാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു ശങ്കരനാരായണൻ പറയണത്, അത് കമ്പനി ഒരു ഇന്ററിംഗ് പീരീഡിലോട്ട് ഞാൻ മാറ്റാൻ പോവേണ്. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് കമ്പനിക്ക് ഒരു അവകാശി വേണമല്ലോ, അതുകൊണ്ട് കമ്പനി ഞാൻ ഇന്ററിംഗ് പീരീഡിൽ, അങ്ങനെയാണ് അതിലൊരു ഇത് വെച്ചിരിക്കുന്നത്. കാരണം ഒരു നോക്കാൻ ഒരു അവകാശം, അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള വേദ ഇല്ലാത്ത പക്ഷം അതൊരു ഇന്ററിംഗ് പീരീഡിൽ മറ്റൊരു വ്യക്തിക്ക് താൽക്കാലികമായിട്ട് ആ കമ്പനി നോക്കാനുള്ള ഒരു അവകാശം കൊടുക്കുകയാണ്. അപ്പൊ അത് ഞാൻ നിന്റെ പേരിലോട്ട് ആ ഇന്ററിംഗ് പീരീഡ് നിന്റെ പേരിലോട്ടാണ് എഴുതാൻ പോണെന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോ എന്നിട്ട് പറയണ ശങ്കരനാരായണൻ, പിന്നീട് അത് കാലക്രമേണ നിന്റെ പേരിൽ വന്നു ചേരുകയും ചെയ്യുമെന്ന് പറയണു. ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മുന്നേ നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നോ? ഞാൻ എന്തുകൊണ്ടാണ് വിക്രമിൽ നിന്നും വേദേനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയതും ഈ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ നടത്തിയത് നിങ്ങൾക്കറിയാലോ. ഈ ഒരു കമ്പനിയുടെ അവകാശം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് മുന്നേ കൂട്ടി ചിന്തിച്ച് നിങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ഓട്ടപ്പാച്ചിൽ എനിക്ക് വേണ്ടി വരുമായിരുന്നോ? അപ്പൊ ശ്രീകാന്തിന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാണ് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എന്നിട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞ് ഞാൻ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും നോക്കിയിട്ട് ടൈം നിന്നെ അറിയിക്കും, നീ ഒപ്പിടാനായിട്ട് മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴാണ് നിങ്ങൾ ഒരു അച്ഛനായത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ശങ്കരനാരായണനെ കുറെ അങ്ങ് പോർത്തുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രീകാന്തിനുള്ള ഒരു കുഴിയാണ് എന്നുള്ളത് ശ്രീകാന്തിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ശ്രീകാന്ത് ഓക്കെ ആയിട്ട് പോവുകയാണ്. ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ ശങ്കരനാരായണൻ അവന്റെ ആ പുഞ്ചിരി കണ്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ജയിലില് ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ നടക്കുകയാണ്. നമ്മുടെ ആൻഡ്രൂസിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിന്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ജയിലിൽ വരെയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ വേദ പഠനം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ മോള് ഏകദേശം നടക്കുന്ന പരുവമൊക്കെ ആയി. അങ്ങനെ ഇതിൽ പല പ്രാവശ്യവും നമ്മുടെ വേദ ട്രെയിനിങ് പീരീഡിൽ നമ്മുടെ തരുണിന്റെ അമ്മയും വേദയുടെ കുഞ്ഞുമായിട്ടൊക്കെ വേദയെ കാണാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ വേദ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുമായിട്ടുള്ള ഒരു സോങ് ഉണ്ട്, ദൂരങ്ങൾ എന്നുള്ള ഒരു സോങ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ ഈ ഒരു പ്രൊമോ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ആൻഡ്രൂസിന്റെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ചടങ്ങിൽ വെച്ചിട്ട് ആൻഡ്രൂസിന്റെ ഇത്രയും നാളത്തെ ആ ജയിൽ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് തനിക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടായിട്ടും തന്റെ ഫാമിലിക്ക് ക്വാർട്ടേഴ്സിൽ വന്ന് നിൽക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ കാലവും താൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ കൂടുതലും ജയിലിലായിരുന്നു. പല ജയിൽ പുള്ളികളെയും പരിചയപ്പെടുകയും പല നല്ല മനുഷ്യരെ അതിൽ നിന്ന് കണ്ടെത്താനും ഒക്കെ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലരും പിന്നീട് നല്ല ഭാവിയിൽ എത്തിയിട്ടുള്ളവരും ഉണ്ട്. തെറ്റ് ചെയ്യാണ്ട് ശിക്ഷ അനുഭവിക്കുന്നവരും തെറ്റ് ചെയ്തിട്ട് നല്ല മനസ്സ് മാറി നല്ലൊരു ജീവിതത്തിലോട്ട് കടന്നു പോയവരും ഒക്കെ. അതിനെക്കുറിച്ചൊക്കെ ആൻഡ്രൂസ് ആ ഫംഗ്ഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അവസാനമായിട്ട് ഈ റിട്ടയർമെന്റ് ടൈമിൽ ഇവിടെ ഒരു ജയിലിൽ കഴിയുന്ന വിക്രം സുധാകരൻ എന്ന് പറയുന്ന ഒരു ജയിൽ പുള്ളിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ആൻഡ്രൂസ് പറയാണ്. എന്നിട്ട് അവൻ പഠിച്ച്, അതായത് ബിരുദാനന്തര ബിരുദം പൊളിറ്റിക്സിൽ എടുത്തു. എൻ്റെ ഈ ഒരു അവസാന നിമിഷത്തിൽ അവൻ്റെ ആ ഒരു വിദ്യാഭ്യാസം അവൻ്റെ ഇനിയുള്ള പുതിയൊരു ജീവിതത്തിൻ്റെ വഴിയായിട്ട് അത് മാറാനും അവന് നല്ലൊരു ഭാവിയും ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് വിക്രമിനെ ഞാൻ ഈ വേദിയിലോട്ട് സ്വീകരിച്ചു കൊണ്ടിട്ട് നമ്മുടെ ഈ ആൻഡ്രൂസിന് കിട്ടിയ പൊന്നാട വിക്രമിനെ
പൊന്നാട അണിയിക്കുന്നത്. കാരണം ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ജയിൽ പുള്ളി പഠിച്ച് ബിരുദാനന്തര ബിരുദം പൊളിറ്റിക്സിലൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം അത് മറ്റുള്ളവർക്കും കൂടെ ഒരു മാതൃകയാകാനായിട്ടാണ് ആൻഡ്രൂസ് ആ ഒരു കാര്യം ഈ വേദിയിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ അവിടെ വെച്ച് കഴിയുന്നുണ്ട്. അങ്ങനെ വിക്രമും ആൻഡ്രൂസും തമ്മിൽ ഇനി വിക്രമിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, പെട്ടെന്ന് മനസ്സ് പതറുമ്പോൾ ഒരു സമാധാനത്തിനായിട്ട് ഇനി സാർ ഉണ്ടാകില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻഡ്രൂസ് പറഞ്ഞു, ഞാൻ എന്തിനും ഏതിനും തന്നോടൊപ്പം ഉണ്ടാകും, തനിക്ക് നല്ലൊരു ജീവിതം പുറത്തിറങ്ങിയാൽ ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞാൻ കരുതുന്നു വിക്രം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വേദയുടെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു. വേദയ്ക്ക് തമിഴ്നാട്ടിലാണ് പോസ്റ്റിംഗ് കിട്ടുന്നത്. അങ്ങനെ വേദ വീട്ടിൽ വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ തരുണിനും തമിഴ്നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് തന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം, താമസമൊക്കെ. അങ്ങനെ മോളുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തരുണും മോളുമായിട്ടൊക്കെ ഉള്ളൊരു ജീവിതവും അച്ഛൻ്റെ ആ എല്ലാ സ്നേഹവും അച്ഛൻ്റെ എല്ലാ വാത്സല്യവും കിട്ടി തന്നെയാണ് വേദയുടെ കുഞ്ഞ് വളരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വേദയ്ക്ക് ട്രെയിനിങ് പീരീഡിലുള്ള പോസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ കളക്ടറായിട്ട് അപ്പം നമ്മുടെ തരുണും പോസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ വേദയ്ക്കും പോസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. അവർ രണ്ടുപേരും ചാർജ് എടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശങ്കരനാരായണനെ കാണാനായിട്ട് ശങ്കരനാരായണന് പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നരേന്ദ്രൻ, DYSP ആണ് ഇപ്പോഴത്തെ. അപ്പോൾ ചാർജ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ശങ്കരനാരായണൻ നമ്മുടെ നരേന്ദ്രനെ കാണണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നരേന്ദ്രൻ നമ്മുടെ ശങ്കരനാരായണനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ രണ്ടുപേരും അവരുടെ സൗഹൃദം ഇങ്ങനെ കണ്ടപ്പോൾ ഉള്ള ഒരു സൗഹൃദം അവർ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട സാറേ എടുക്കണ്ട, അപ്പോൾ ഞാൻ ചായ കുടിച്ചു, അല്ല ഞാൻ വൈഫ് ഇവിടെ ഇല്ല എന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്. അപ്പോൾ വൈഫ് എവിടെയാണെന്ന് നരേന്ദ്രൻ ചോദിക്കുമ്പോൾ അമ്മയുടെ കൂടെ ചെന്നൈയിലാണ്, ഇവിടെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശങ്കരനാരായണൻ്റെ ജീവിതത്തിൽ നമ്മുടെ വിക്രമിനെ എത്രയും വേഗം പുറത്തിറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രൻ പേഴ്സണലി നമ്മുടെ ശങ്കരനാരായണനെ കാണാനായിട്ട് വന്നതാണ്. അതായത് വേറൊന്നുമല്ല, ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതിൽ ജോബി എന്ന് പറയുന്ന ഒരാളെ അവർ ഒരു കേസിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതായത് പഴയ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിപ്പോൾ ശങ്കരനാരായണൻ്റെ അടുത്ത് പറയാനുള്ള കാരണം, ഈ കേസിൽ നമ്മുടെ വിക്രമുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ജോബി എന്ന് പറയുന്ന ആള് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ വിക്രമ് ചന്ദ്രശേഖരനെ കൊല്ലുന്നത് നേരിട്ട് കണ്ട ഒരു സാക്ഷിയാണ് ജോബി എന്ന് പറഞ്ഞ് കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ദർശനയ്ക്ക്. അപ്പോൾ ഈ ജോബിയുടെ ഈ ഒരു ബിസിനസ്സിൽ, അതായത് ഈ വീട് വെച്ച് കൊടുത്ത് ആൾക്കാർക്ക് അതിൽ നിന്ന് പൈസകളൊക്കെ മേടിച്ച് ഒരു നല്ലൊരു തുക ആൾക്കാരിൽ നിന്ന് പറ്റിച്ചും വെട്ടിച്ചും കോടികൾ ആയ കേസിൽ ജോബിയുടെ വീട് റെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ റെയ്ഡ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറേ സാധനങ്ങൾ, വീട്ടിൽ നിന്ന് ക്യാമറകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതിലൊരു ക്യാമറ എന്ന് പറയുന്നത് ഈ വനം വകുപ്പിൽ ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്തും മറ്റുമായിട്ട് നമ്മൾ ഈ വലിയ മരങ്ങളുടെ ഇതിലൊക്കെ വെക്കുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ആ ക്യാമറ ഈ ജോബി എന്തോ കാരണത്താൽ അത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതന്ന് മിസ്സിങ് ആണെന്നുള്ളതൊക്കെ ഒരു സമയത്ത് വനം വകുപ്പിൽ ശ്രദ്ധയിൽപ്പെട്ടതാണെങ്കിലും പിന്നെ അത് തേഞ്ഞു മാഞ്ഞൊക്കെ പോയി. പക്ഷെ ഈ ജോബിയുടെ വീട് റെഡി ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ കണ്ടെത്തി. അത് നരേന്ദ്രൻ തള്ളിക്കളഞ്ഞില്ല. അത് നരേന്ദ്രന്റെ കയ്യിൽ കിട്ടുകയും അതിലെ വിഷ്വൽസ് നരേന്ദ്രൻ കാണുകയും ചെയ്തു. അതിൽ നമ്മുടെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ എല്ലാ ഡീറ്റെയിൽസ് വിഷ്വൽസും അതിലുണ്ട്. അപ്പോൾ അത് ഇതുവരെ നരേന്ദ്രൻ മറ്റാരെയും കാണിക്കുകയോ അല്ലെങ്കിൽ അത് ഒരിടവും സബ്മിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ശങ്കരനാരായണ ഭയങ്കര ഒരു ഇതുവരെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിക്രമിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു തെളിവല്ലേ. കാരണം അന്ന് ചന്ദ്രശേഖരനെ കൊല്ലണത് ആരാണ് എന്നുള്ളതൊക്കെ അതിൽ തന്നെയുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയണേ, നരേന്ദ്രൻ ഒരുപാട് നന്ദിയുണ്ട്, കാരണം വിക്രമിന് പുറത്തിറങ്ങാൻ പറ്റിയ നല്ലൊരു എവിഡൻസ് ആണ്, എനിക്കത് തരണം. ഓക്കെ, അത് ഞാൻ നേരിട്ട് പറയാനായിട്ട് തന്നെയാണ് സാർ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നരേന്ദ്രൻ പോവാണ്. അങ്ങനെ ശങ്കരനാരായണന് വീണ്ടും നമ്മുടെ വിക്രമിനെ പുറത്തിറക്കാനുള്ള ഒരു പ്രതീക്ഷ കിട്ടുകയാണ്. അതായത് ഈ കേസ് എങ്ങനെയാണെങ്കിലും ഹൈക്കോടതിയിൽ ഒരു അപ്പീലിന് ചെന്ന് കേസ് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് വീണ്ടും ശങ്കരനാരായണൻ വിക്രമിനെ കൊണ്ട് ഒരു അപ്പീൽ ഒപ്പിടിപ്പിച്ച് വീണ്ടും കോടതി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പം വിക്രമിനെ കാണാൻ വരുന്ന സമയത്ത് ശങ്കരനാരായണൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാർ ഇത് ഇനി പോകണമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ പോയി തോറ്റ കേസല്ലേ, ഇനി എന്തിനാ ഇത് പോകുന്നത്. അപ്പം നമ്മുടെ ശങ്കരൻ പറയുന്നുണ്ട്, വിക്രം നീ തളരരുത്, നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എങ്ങനെയാണെങ്കിലും ശക്തമായിട്ട് മുന്നോട്ട് വരാൻ പറ്റും, നീ ഇതിൽ ഒപ്പിട്ട് താ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് വിക്രം.
വിക്രം ചോദിക്കുന്നുണ്ട്, സാറ് എന്തായാലും വേദയെ തിരക്കാണ്ടിരിക്കില്ല, സാറിനറിയാവോ വേദ എവിടെയാണെന്ന്, ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വേദ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ ഒന്നും പറയുന്നില്ല കേട്ടോ. സാറിനറിയാം വേദ എവിടെ ഉണ്ടെന്ന് അല്ലെ, എന്നോട് പറയാത്തല്ലേ എന്നിങ്ങനെ വിക്രം ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ വേദയെ കണ്ടതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുവെങ്കിലും വിക്രമിനോട് ഒന്നും പറയില്ല. കാരണം ഒന്നും പറയരുതെന്ന് വേദ പറഞ്ഞു, കാരണം അതിന് ചില കാരണങ്ങളുണ്ട്. അങ്ങനെ വിക്രം പിന്നോട് ശങ്കരനാരായണൻ പറഞ്ഞു, ഇല്ല, ഞാൻ അവളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അവൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നീ പുറത്തിറങ്ങുമ്പോൾ വേദ തീർച്ചയായിട്ടും നിന്റെ ഒപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് ഞാൻ തരും എന്ന് തന്നെ പറയണം കേട്ടോ. അപ്പോൾ വിക്രമിനൊരു സന്തോഷമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ തരുൺ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണല്ലോ, സ്റ്റേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ദേവരാജൻ എന്ന് പറയുന്ന ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു ഗുണ്ടയുടെ ഒരു കേസ് ഉണ്ട്. അയാളൊരു പൊളിറ്റിക്കൽ ലെവലിലൊക്കെ ഇച്ചിരി പിടിപാടും ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അതായത് ഈ കോളേജ് കുട്ടികളെയും സ്കൂൾ കുട്ടികളെയൊക്കെ മയക്കുമരുന്നുകൾ കൊടുക്കുകയും അത് വിൽക്കലും അതിനു വേണ്ടിയിട്ട് ഒരു ഗോഡൗൺ തന്നെ ഇയാൾക്കുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ ഗോഡൗൺ സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് പെട്ടെന്ന് വരികയും, അപ്പോൾ അത് അവിടുത്തെ നമ്മുടെ സ്റ്റേഷനിൽ ഒരു പോലീസ് തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് കളക്ടർ നേരിട്ടാണ് അതിൽ ഇടപെട്ടേക്കുന്നതെന്ന്. അപ്പോൾ തരുൺ ചോദിക്കും, എന്താണ് കളക്ടർ, അതായത് വേദയോ? അപ്പം പറയും, യെസ് മാഡം ഡ്യൂട്ടിയിലാണ്, ഡ്യൂട്ടിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു. അതായത് ഈ ദേവരാജ് എന്ന് പറയുന്നത് എല്ലാ പൊളിറ്റിക്കൽ ആൾക്കാരുമായിട്ട് വളരെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ മയക്കുമരുന്നും മറ്റും ആയിട്ടുള്ള വലിയ ഒരു രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് പല കുട്ടികളുടെ ഭാവിയും തകർത്തുകൊണ്ടുള്ള രീതിയിലാണ് ഈ ദേവരാജ് ഇറങ്ങുന്നത്. അയാൾ വലിയ പിടിപാടാണ്. അപ്പം ചില കോളേജിൽ നിന്നും ഒക്കെയുള്ള പരാതികൾ കിട്ടിയതിനെ തുടർന്നാണ് നമ്മുടെ സബ് കളക്ടറായിട്ടുള്ള വേദ ഫസ്റ്റ് തന്നെ അതായത് എക്സൈസിനോടും പോലീസിന്റെ ഒപ്പം തന്നെ വേദ അവിടെ ഡയറക്റ്റ് ആ ഗോഡൌണിൽ എത്തിയിട്ട് ഈ ദേവരാജിന്റെ ഗോഡൌൺ മൊത്തത്തിൽ റെയ്ഡ് ചെയ്യണം. അപ്പം റെയ്ഡ് ചെയ്യാനായിട്ട് ചെല്ലുമ്പം തന്നെ നമ്മുടെ ദേവരാജ് പല പൊളിറ്റിക്കൽ ആൾക്കാരെ കൊണ്ട് വിളിച്ചപ്പോഴത്തേക്ക് വേദ അത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ഞാൻ റെയ്ഡ് ചെയ്തിരിക്കും, ഇവിടുത്തെ സകല ഡീറ്റെയിൽസും വീഡിയോ പിടിച്ച് ഞാൻ സാറിന് ഇട്ട് തരാം. അപ്പൊ പിന്നെ സാറിനെ അത് റെയ്ഡ് ചെയ്യേണ്ടെന്ന് പറയാതിരിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം ദേവരാജിന് ഒരുപാട് സ്വാധീനം ഉള്ളതുകൊണ്ട് പലരും പുഷ് ചെയ്യുന്നുണ്ട് വേദ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ വേദ അവിടെ എത്തുകയും ആ ഗോഡൌണിൽ പിന്നെ റെയ്ഡ് നടത്തി പല കുട്ടികളെയും ആൺകുട്ടികളെ ഇങ്ങനെ മയക്കുമരുന്ന് കൊടുക്കാനായിട്ട് നിർബന്ധിപ്പിച്ച് കൊണ്ടുവന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ രക്ഷപ്പെടുത്തി സകല മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഫുൾ ഡീറ്റെയിൽ എടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം പോകുന്ന വഴി വേദ ഇങ്ങനെ ഇയാളെ ഈ ഗോഡൌൺ റെയ്ഡ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഈ ദേവരാജ് പെട്ടെന്ന് വേദയുടെ കൈക്ക് കയറി പിടിക്കുമ്പോൾ തിരിച്ച് വേദ ഒരൊറ്റ അടി അയാളുടെ മുഖത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനൊക്കെ വരുന്നുണ്ട്. കാരണം നല്ലൊരു ഇതാണ് വേദ ഫസ്റ്റ് തന്നെ കാഴ്ചവെക്കുന്നത്. പക്ഷെ ഇതറിഞ്ഞ തരുൺ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, വേദ ആ റിസ്കിനെ കുറിച്ച്, അതായത് ഈ ദേവരാജ് ആരാണ് എന്താണെന്നൊന്നും അറിയാണ്ട് അമ്മ എടുത്ത് ചാടിയിരിക്കുന്നത്. അങ്ങനെ വേദ വീട്ടിലെത്തുമ്പോൾ അമ്മ ചോദിക്കേണ്ട, മോൾ ഇത്രയും വലിയ റിസ്ക് എടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, ഒറ്റയ്ക്ക് എങ്ങനെയാ? അപ്പം അതിനുള്ള റൈറ്റ് ഉണ്ടമ്മേ, ഞാനൊരു സബ് കളക്ടർ അല്ലേ? അതല്ല. അപ്പൊ തരുൺ പറഞ്ഞു, വേദയുടെ ജോലിയിൽ ഞാൻ കൈ കടത്തുന്നതല്ല, പക്ഷേ അയാളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം, ഞാൻ എൻ്റെ ഒരു തൊഴിൽ അനുഭവം വെച്ച് പറയണം. ഇപ്പം വേദ അറസ്റ്റ് ചെയ്ത് അയാൾ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ നിന്ന് പോവുകയും ചെയ്തു, മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ നമ്മുടെ ദേവരാജിന് വേദയോട് ഭയങ്കര ഒരു ദേഷ്യം വരെയാണ്. അങ്ങനെ വേദയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അയാളുടെ ഗുണ്ടകള് തിരക്കി ദേവരാജിന്റെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിലൊരു പൊളിറ്റിക്കൽ ഒരു മന്ത്രി ആരും ഇടപെട്ടിട്ട് ഈ ദേവരാജും കളക്ടറുമായിട്ട് ഒരു ഇതിൽ വന്ന് കോംപ്രമൈസിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വേദയ്ക്ക് ഒരു വില്ലനായിട്ട് ഈ ദേവരാജ് രംഗത്ത് വരുന്നുണ്ട്. കാരണം അയാളെ ഒരിക്കലും അടിച്ചമർത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പൊളിറ്റിക്കൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ ദേവരാജ്. ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഗോഡൌൺ പോലെ ആക്കി അയാൾ അവിടെ ഉണ്ടാക്കി അത് പല സ്ഥലങ്ങളിലും എത്തിക്കുന്ന ഒരു വലിയൊരു തലപ്പനാണ് ആള്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വേദയും തരുണൊക്കെ വീട്ടിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ മോള് വന്ന് അവരുടേതായിട്ടുള്ള കുട്ടിത്തങ്ങളും മോളുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള UKG കൊണ്ടുപോകാനുള്ള ആ ഒരു ചാർട്ട് പേപ്പറൊക്കെ അമ്മ വേദ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു കഥ പറഞ്ഞ് സ്കൂളിൽ നാളെ പ്രസന്റ് ചെയ്യണം. അപ്പൊ ആ കഥ വേദയുടെയും വിക്രമിന്റെയും ജീവിതം അത് തന്നെയായിട്ട് ഒരു വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും കഥ പോലെ, ഒരു രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥ പോലെയൊക്കെ
മോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു സീനൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ വളരെ നല്ലൊരു രീതിയിലാണ് വേദയുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതേ സമയം നമ്മുടെ വിക്രമാണെങ്കിലും നല്ല രീതിയിലുള്ള പഠനം നേടി പരീക്ഷ എഴുതി വിജയിച്ച് അതിൻ്റെതായ രീതിയിൽ നമ്മുടെ വിക്രമും പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ശങ്കരനാരായണൻ അപ്പീൽ കൊടുത്തനുസരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും നമ്മുടെ വിക്രത്തിന്റെ കേസ് വിചാരണയ്ക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് ഫുൾ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നമ്മുടെ ശങ്കരനാരായണൻ കോടതിയിൽ പെർഫോം ചെയ്യണത്. അങ്ങനെ നമ്മുടെ ദർശൻ വക്കീലൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ നമ്മുടെ ജോബിനെ കോടതിയിലോട്ട് വിസ്തരിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ ദർശൻ അത് ഒബ്ജക്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ ജഡ്ജി എന്നെ പറഞ്ഞു, ഹൈക്കോടതി ഇത് നോക്കിയിട്ടാണല്ലോ വിട്ടേക്കുന്നത്, പിന്നെ വക്കീൽ എന്തായാലും അയാളെ ക്രോസ് ചെയ്യട്ടെ എന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ ജോബിയുടെ അടുത്ത് അന്ന് നടന്ന കാര്യങ്ങൾ, അതായത് വിക്രമിനെയും വേദയും സംസാരിക്കാനായിട്ട് കൊണ്ടുവന്നു എന്നും അങ്ങനെയൊക്കെ ജോബി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ജോബി വെടിവെക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടു സാറേ, ആദ്യം വിക്രം ആ പയ്യനെ, അതായത് നമ്മുടെ അനിക്കുട്ടനുണ്ടല്ലോ അയാളെ വെടിവെക്കുന്നത് കണ്ടു എന്നും പിന്നീട് നമ്മുടെ വിക്രം അതിനുശേഷം ചന്ദ്രശേഖരൻ സാറ് ഉള്ളിലോട്ട് ഓടി, ശ്രീകാന്തും ഉള്ളിലോട്ട് കാട്ടിലോട്ട് ഓടിപ്പോയപ്പോൾ വിക്രം തോക്കെടുത്ത് ചന്ദ്രശേഖരൻ സാറിനെ വെടിവെക്കുകയാണ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അത് ജോബി നേരിട്ട് കണ്ടോന്ന് നമ്മുടെ ശങ്കരനാരായണൻ ചോദിക്കുകയാണ്. ആ സമയത്ത് ജോബി പറഞ്ഞു, അതെ ഞാൻ കണ്ടു, ഞാൻ ആ ഒരു മരത്തിന്റെ മറവിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയായിരുന്നു സാർ, എന്നെയും വെടിവെക്കുമെന്ന് കരുതിയിട്ട് എന്നൊക്കെ കോടതിയിൽ പറയണം. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം കേട്ട ശേഷം നമ്മുടെ ശങ്കരനാരായണൻ പറഞ്ഞു, ജോബി പറഞ്ഞ കാര്യത്തിൽ ഈ ഒരു കാര്യം ശരിയാണ്, ജോബി ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു എന്നുള്ള കാര്യം. കാരണം ആ മരത്തിന്റെ മേളിലാണ് ഒരു ക്യാമറ ഉണ്ടായിരുന്നു, വനം വകുപ്പിന്റെ ഒരു ക്യാമറയാണ്. ആ ക്യാമറ ഇങ്ങനെ നഷ്ടപ്പെട്ടു, അതായത് വനം വകുപ്പിന് നഷ്ടപ്പെട്ടു. പക്ഷെ അത് നിങ്ങൾ പിന്നീട് ഈ കേസ് എന്തായാലും തെളിഞ്ഞു വന്നാൽ ഈ ക്യാമറയ്ക്കുള്ളിൽ ഇതിന്റെ വിഷ്വൽസ് ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ അതെല്ലാവരും കൂടെ ചേർന്ന് മാറ്റി എന്നും ഇത് ജോബി വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു എന്നുള്ളതും നമ്മുടെ ദർശൻ വക്കീൽ കോടതി പറയണ. ഇത് കേട്ട് ശ്രീകാന്തൊക്കെ ആകെ കിടന്ന് ഉരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജോബിയുടെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് ആ ക്യാമറ കിട്ടിയിട്ടുണ്ടെന്നും കോടതി മുന്നാകെ ആ ക്യാമറയിലുള്ള വിഷ്വൽസ് ഞാൻ കാണിക്കുകയാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരനാരായണൻ ആ ക്യാമറ സഹിതം നമ്മുടെ ജഡ്ജിയെ കാണിക്കുകയാണ്. അങ്ങനെ ആ വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതോടുകൂടി നമ്മുടെ വിക്രമിന് ഒരു അനുകൂല മൊഴി വരും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിക്രമിന് ഈ കേസിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. കാരണം അതിൽ പറയുന്ന ആ വിഷ്വൽസിൽ പറയുന്നത് ചന്ദ്രശേഖരനാണ് ഈ അനിയൻകുട്ടനെ വെടിവെക്കുന്നത്. അപ്പൊ അടിപിടി കൂടുന്നതിൻ്റെ ഇടയിൽ ഈ തോക്ക് വീണ്ടും എങ്ങനെയോ തെറിച്ചു പോവുകയും അങ്ങനെ ഒടുവിൽ നമ്മുടെ ശ്രീകാന്തും വിക്രമും കൂടെ തമ്മിൽ അടികൂടുന്ന സമയത്ത് ഈ തോക്ക് അവരുടെ കയ്യിലിരുന്ന് ഇവരുടെ ഈ അടിയുടെ പ്രഷർ കൊണ്ട് ആ തോക്കിൽ നിന്ന് വെടി നേരെ ചന്ദ്രശേഖരന്റെ ദേഹത്ത് കൊള്ളുകയായിരുന്നു. അപ്പം വിക്രം ഒറ്റയ്ക്ക് വെടിവെച്ചു എന്നുള്ളത് പറയാൻ പറ്റില്ല, രണ്ടുപേരും അതിലുണ്ട്. അതായത് രണ്ടുപേരുടെ അടി കൂടുന്നതിന്റെ ഇടയിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പം വിക്രത്തിന് മാത്രം ആ ശിക്ഷ കിട്ടിയാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കേസ് പിന്നെ വീണ്ടും റീഓപ്പൺ ചെയ്യണമെന്നും ഒപ്പം തന്നെ നമ്മുടെ വരുണിന്റെയും അതുപോലെ തന്നെ പുളിക്കന്റെയും കേസും കൂടെ ഒന്നുകൂടെ കോടതി റീഓപ്പൺ ചെയ്ത് ഇതൊന്ന് ഒരു കേസ് ഒന്നും കൂടെ മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം എന്നുള്ളതൊക്കെ പറയണം. അങ്ങനെ ദർശനൊക്കെ ഭയങ്കര അടിയായി പോയതുപോലെ ആവുകയാണ്. കാരണം വിക്രം എന്തായാലും പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഈ കേസിൽ ഏറ്റവും നല്ലൊരു തെളിവ് തന്നെയാണ് ഈ ക്യാമറ. അപ്പൊ ജോബി പറഞ്ഞതൊക്കെ കള്ളത്തരമാണ്. പിന്നെ ജോബി അത് മാത്രമല്ല, ജോബി ഓൾറെഡി ഈ പൈസ തട്ടിപ്പുകാരനാണ് എന്നുള്ളതും കൂടെ ശങ്കരനാരായണൻ കോടതി പറയുന്നുണ്ട്. ഈ വീട് വെച്ചു കൊടുക്കുന്ന ഒരു ഇതില് ജോബിയുടെ അച്ഛനും കൂടെ ഇപ്പൊ റിമാൻഡിലാണ് 10 കോടി രൂപ തട്ടിയെടുത്ത കേസില്. അത് മാത്രമല്ല, ഈ തേയില തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിനും ജോബി തട്ടിപ്പ് കാണിച്ച് വേദ എതിർത്തിട്ടുണ്ട്. വേദ അത് തെളിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് വേദയോട് ജോബിക്ക് ഭയങ്കര ദേഷ്യവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ജോബി ഒരു ക്രിമിനലാണ് എന്നുള്ളതും കൂടെ ശങ്കരനാരായണൻ കോടതിയിൽ തെളിയിക്കുന്നുണ്ട്. അപ്പൊ ദർശനും ശ്രീകാന്തൊക്കെ ആകെ ഉരുകി മറിയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞത്. അങ്ങനെ കോടതി ഈ കേസൊക്കെ വീണ്ടും റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു അനുമതി കൊടുക്കുകയും വിക്രമിനെ പുറത്തിറങ്ങാനുള്ള ഒരു അനുമതിയും വരികയാണ്. അങ്ങനെ വിക്രം ജയിലിൽ തിരിച്ച് സന്തോഷത്തോടു തന്നെയാണ് ജയിലിൽ പോണത്. കാരണം കുറച്ച് ദിവസത്തിനകത്ത് വിക്രമിന് ഇറങ്ങാൻ പറ്റും
പറ്റും എന്നുള്ള പ്രതീക്ഷ ശങ്കരനാരായണനും കിട്ടുകയാണ്. അപ്പം വണ്ടിയിൽ കയറുന്നതിന് മുന്നേ കോടതിയെല്ലാം കഴിഞ്ഞ് വെളിയിൽ വെച്ച് വേദയുടെ അച്ഛൻ്റെ അടുത്ത്, ശങ്കരനാരായണന്റെ അടുത്ത് നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, സാറിനോട് ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കണം, എൻ്റെ വേദ ഞാൻ പുറത്തിറങ്ങുമ്പോൾ തിരിച്ചു വരില്ലേ അച്ഛ? അച്ഛൻ അവളെ കണ്ടിട്ടില്ലേ? എനിക്ക് ഉറപ്പാണ് അച്ഛൻ കാണാണ്ടോ അന്വേഷിക്കാണ്ടോ ഇരിക്കില്ല. വേദ ഞാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ലേ? അതോ അവള് വേറെ എന്തെങ്കിലും വേറൊരു പുതിയ ജീവിതത്തിലോട്ട് പോയി കാണോ? അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, വേദ നിന്റെ അടുത്ത് ഉറപ്പായിട്ടും വരും, ഉണ്ടാകും എന്ന് പറയണം. അപ്പം വിക്രത്തിന് ഒരു സമാധാനം ആവേണ്. കാരണം അപ്പോൾ ശങ്കരനാരായണൻ സാറ് വേദയെ കണ്ടിട്ടുണ്ടെന്നും വേദയെ വിളിക്കാറുണ്ടെന്നും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരു ഉപകാരം കൂടെ അച്ഛൻ ചെയ്യണം, ഞാൻ പുറത്തിറങ്ങാൻ പോണു എന്നുള്ള കാര്യം വേദയെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഒന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വിക്രം പോകുന്നുണ്ട് ജയിലിലോട്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വന്ന് നമ്മുടെ ശങ്കരനാരായണനെ കുറേ വെല്ലുവിളിക്കുകയാണ്. കാരണം നിങ്ങൾ ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് കുറെ ക്രിമിനൽ ബുദ്ധി ഉണ്ടായിരുന്നല്ലേ, നിങ്ങൾ നിങ്ങളുടെ മോളെയും കൊണ്ടുവന്ന് മരുമോനെയും പുറത്തിറക്കി അവരെ പേരക്കുട്ടിക്ക് ഈ സ്വത്തുക്കളൊക്കെ കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശങ്കരനാരായണനെ കുറെ വെല്ലുവിളിക്കുന്നു. അപ്പൊ ശങ്കരനാരായണനും പറയുന്നുണ്ട്, നിനക്ക് കഴിവുള്ളത് നീ ചെയ്യെന്ന് പറഞ്ഞു. അവസാന കാലത്ത് എനിക്കിനി മകനായിട്ട് വിക്രമേ ഉള്ളൂ. എൻ്റെ മോളും എൻ്റെ വിക്രമിന്റെ കൂടെയും അവരെ പേരക്കുട്ടിയുടെ കൂടെയും ഞാൻ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യും. എന്നിട്ട് നിന്റെ കഥ, അതായത് എൻ്റെ പേരക്കുട്ടിയുടെ അടുത്ത് അമ്മാവനായ നിന്റെ പുതിയ ഹംസനായ നിന്റെ കഥ പറഞ്ഞു കൊടുക്കും. അന്നേരം അവള് നിന്നെ കാണണമെന്ന് പറഞ്ഞാല് ആ ജയിലിൽ വന്ന് നിന്നെ കാണാനായിട്ട് ഞാൻ വരും. നീയൊക്കെ ചേർന്ന് എൻ്റെ വിക്രമിനെ അടച്ചിട്ട ജയിലില്ലേ, ആ ജയിലില് നീ കിടക്കുന്നത് കാണാൻ എൻ്റെ പേരക്കുട്ടിയുമായിട്ട് ഞാൻ വരുമെന്ന് ശങ്കരനാരായണനും വെല്ലുവിളിക്കാൻ കേട്ടോ. ആ ഒരു സീനൊക്കെ ഭയങ്കര ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര ടെൻഷൻ ആവണം. അങ്ങനെ സാബുവായിട്ട് ശ്രീകാന്ത് ഇങ്ങനെ മദ്യപിക്കുമ്പോൾ പല പ്ലാനുകളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പൊ സാബു ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണം, അതായത് വിക്രത്തിനെ നേരിട്ട് ഡീൽ ചെയ്യരുത്, വിക്രത്തിന് വേണ്ടപ്പെട്ടവരെ നമ്മൾ മറ്റാരെങ്കിലും കൊണ്ട് അപായപ്പെടുത്തിയിട്ട് അത് വിക്രമിനെ വേദനിപ്പിച്ച് വിക്രമിനെ വീണ്ടും അടിപിടിയിൽ എത്തിച്ച് കേസിലും മറ്റിലും ഇടപെടുത്തി വിക്രമിനെ ഒരു ക്രിമിനലാക്കി നമുക്ക് പുറത്തിറങ്ങിയാൽ എടുക്കാം എന്നുള്ള ബുദ്ധി സാബു നമ്മുടെ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനാണ് കേട്ടോ. അതായത് വിക്രം പുറത്തിറങ്ങിയാലും വിക്രമിനെ പല രീതിയിലും അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഇവര് ചെയ്യുന്നുണ്ട്. അവർ അതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ നമ്മുടെ വിക്രം പുറത്തിറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ വിശ്വത്തിന്റെ ആ ഒരു ഏജൻസി വണ്ടി ഉണ്ടല്ലോ, അവരുടെ ബിസിനസിന്റെ ആ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് കാത്തു നിൽക്കണു. അനിയനെയും കൂട്ടി സന്തോഷത്തോടെ പോവാനായിട്ട് വരെയാണ്. അങ്ങനെ വിക്രത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ വീട്ടിലോട്ടൊക്കെ പോവാണല്ലോ. അപ്പൊ അച്ഛൻ വരായിരുന്നതാണ്, പക്ഷെ വന്നില്ല. ഈ ഒരു സ്ഥലത്ത് വെച്ച് അച്ഛൻ നിന്നെ ഇനി കാണണ്ട എന്നുള്ള രീതിയിൽ അച്ഛനെ ഞാൻ കൊണ്ടുവരാത്ത വിശ്വം പറയട്ടോ. ഈ സമയം നമ്മുടെ ശ്രീകാന്ത് ദർശനും വേഗം വണ്ടിയിൽ പാഞ്ഞു വരെയാണ് വിക്രം ഇറങ്ങുന്ന സീൻ കാണാൻ. എന്നിട്ട് വിക്രത്തിനെ കുറെ വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് ജയിലിൽ കിടന്ന് നീ നല്ല തിന്ന് കൊഴുത്ത് നല്ല മുഷ്കിലായിട്ടുണ്ട്, ഇനി നിന്നെ പുറത്തേ നിർത്തുള്ളൂ, നീ ഇനി അകത്ത് കിടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ദർശനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വിക്രത്തിനോട്. കാരണം എന്ന് വെച്ചാൽ എന്റെ അച്ഛനെ കൊന്ന നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂടാ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ വിക്രം പറഞ്ഞു, നീ ശ്രീകാന്തിന്റെ വാലാട്ടിപ്പട്ടി പോലെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ട നടന്നോ? നിന്നെ അറിയാവുന്ന ഒരു നാളുണ്ടായിരുന്നു എനിക്കും വേദയ്ക്കും, പക്ഷെ ഇപ്പോ നിന്റെ സ്വന്തം മുഖംമൂടി നീ പുറത്തു കാട്ടി. അപ്പം ദർശൻ പറയുന്നുണ്ട്, അതേടാ, ഞാൻ മുഖംമൂടിയായിട്ട് ഇരുന്നത് തന്നെയായിരുന്നു, എന്റെ ലക്ഷ്യങ്ങളെല്ലാം തകർത്തുടച്ചത് നീയാണെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം വിക്രം അതൊക്കെ അവരുടെ അടുത്ത് മറുപടിയും കൊടുത്തിട്ട് വാ വിഷുവിട്ടാന്ന് പറഞ്ഞ് വണ്ടി കയറി വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ വരുമ്പോഴാണ് മാഷ് കാത്തിരുന്നിട്ട് പിന്നെ പോയി കിടന്നു കേട്ടോ. കാരണം മാഷിന് ബാത്റൂമിലൊന്ന് വീണ്ട് കാലൊന്ന് ഇടറിയിരിക്കുകയായിരുന്നു. അങ്ങനെ വിക്രത്തെ കണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ ശ്രീജ വിക്രത്തെ കണ്ട് വാ വിക്രം എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ എല്ലാവരും ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മാഷ് വിക്രത്തിന് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം നേടിയെടുത്ത ആ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ, കമലയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ മാഷ് പറയുന്നുണ്ട് കേട്ടോ. ആ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും അതുപോലെ തന്നെ നമ്മുടെ തരുണും പിന്നെ കളക്ടറുമായിട്ട് മറ്റേ ദേവരാജനുമായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ ആ മീറ്റിംഗ് കോംപ്രമൈസ് മീറ്റിങ്ങിനായിരുന്നു. പക്ഷെ അതിന് വേദ ഒട്ടും നിന്നു കൊടുത്തില്ല. വേദ ഏത് വെല്ലുവിളിയും സ്വീകരിച്ച് ഈ കേസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ അവരോട് പറയും കേട്ടോ. അപ്പോ എന്നിട്ട് വേദ പെർമിഷൻ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവേണം ആ മീറ്റിംഗിൽ നിന്ന്. അപ്പൊ തരുണിന്
വേദിൻ്റെ അടുത്ത് നമ്മുടെ ആ കളക്ടർ പറയുന്നുണ്ട്, വേദിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം തരുൺ പറഞ്ഞു അവളെ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അവൾക്ക് അവളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, ഞാൻ അതിൽ ഇടപെടാറില്ല എന്ന് പറഞ്ഞിട്ട് തരുണും ആ ദേവരാജൻ വെല്ലുവിളിച്ചിട്ട് തന്നെ ഞാനും ഒരു ഭീഷണികൾക്കും വഴങ്ങുന്ന ഒരാളല്ല എന്ന രീതിയിൽ ദേവരാജനെ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് തരുണും അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അതായത് കോംപ്രമൈസ് മീറ്റിംഗ് അപ്പോൾ നല്ല രീതിയിലല്ല കലാശിച്ചത്. അതായത് വേദയുടെ കയ്യിലുള്ള ഇയാൾക്കെതിരെയുള്ള ദേവരാജനെതിരെയുള്ള തെളിവുകൾ വെച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വേദയുടെ നിലപാട് അറിയിച്ചിട്ട് പോയത്. അപ്പം ദേവരാജൻ പല പ്ലാനുകളും മനസ്സിൽ ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ നമ്മുടെ വേദയുടെ ജീവിതത്തിൽ ഈ ദേവരാജൻ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ വരും. പക്ഷേ വേദയ്ക്ക് സപ്പോർട്ടായിട്ട് തരുൺ ഉള്ളത് കൊണ്ട് അത് ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്ത് പോകുമായിരിക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേദ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തി മകളുമായിട്ട് കുറച്ച് നേരം വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ മോളുടെ സ്കൂളിലെ കഥ പറഞ്ഞതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മുടെ തരുണും വീട്ടിലോട്ട് വരുന്നത്. അപ്പം മോൾ ഓടി തരുണിൻ്റെ അടുത്തോട്ട് പോകുന്ന സീനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ 5 പ്രൊമോയുടെ ലാസ്റ്റായിട്ട് വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പവിത്രം, നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുകളാണ് വരുത്താനായിട്ട് ഇരിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ തരുണിൻ്റെ മനസ്സിൽ ഈ മോൾ എപ്പോഴും അമ്മ അമ്മ എന്ന് വേദയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പറയണ്ടേ എന്നുള്ളത് അമ്മയോട് ചോദിക്കുന്നുണ്ട് തരുൺ. രാധിക അറിയത്തുകൂടിയില്ല, കാരണം രാധികയുടെ ഒരു ഫോട്ടോസ് മോളെ കാണിച്ചിട്ടേ ഇല്ല. ഒരമ്മ എന്നത് മോളുടെ മനസ്സിൽ വേദ തന്നെയാണ്. അപ്പോൾ തരുൺ അതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ട്, ഏകദേശം 10-35 മിനിറ്റോളം ഉണ്ട്. കാരണം നമ്മൾ 5 എപ്പിസോഡാണ് ഈ ഒരൊറ്റ പ്രൊമോയിലൂടെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത പവിത്രം വിശേഷമായിട്ട് തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു.